എങ്ങോട്ടാ പോയെന്ന് വല്ലതും പറഞ്ഞോ? മാഡത്തിന് അത്ര പരിചയം ഉണ്ടെങ്കിലേ നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്ക്. എന്താ കിട്ടിയോ? സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫ് ആയിരിക്കും. ശരിയെന്നാ. ഓ അല്ല, അത് മേഡം, നിങ്ങളുടെ കയ്യിൽ കാശ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ആ കുട്ടിയുടെ ഭർത്താവ് എന്റെ മോന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാ. ഓ ശരിയെന്നാ. ശരിയെന്നാ. എന്നാലും എന്റെ ആമി, ഇന്നലെയും കൂടി ഞാൻ അവിടെ ചെന്നതാ നിശ്ചയത്തിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. അതിന്റെ ഇടയിൽ വാരി കെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഭർത്താവിന്റെ കാര്യം ഞാൻ ചോദിച്ചതാന്നേ, അപ്പോഴും ഒന്നും പറഞ്ഞില്ല. അവരുടെ ഭർത്താവ് ഒന്ന് വിളിച്ചോണ്ട് പോയിന്നാ പറഞ്ഞേ. ഭർത്താവ് വന്ന് വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഭർത്താവുമായിട്ട് അവരത്ര സുഖത്തിലല്ല. എന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ, കൊച്ചിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേനും കൊച്ചിനെ ഡേ കെയറിലാക്കിയേക്കാന്ന് പറഞ്ഞത്. ഇതില് വേറെ എന്തോ തരികിട ഉണ്ടാമേ. എന്താന്നറിയോ, ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോഴില്ലേ, ഇവളാകെ കിടന്ന് വെപ്രാളോ ഒളിപ്പിക്കാൻ നോക്കുന്നോ, ആകെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണിക്കുമായിരുന്നു. ആമീ, ഇവക്കെ വേറെ ഏതോ ചെറുപ്പക്കാരനായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇവൻ ഇന്നലെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പോ. ഞാൻ വെറുതെ പറയണതല്ല. എന്താ അറിയോ, നമുക്ക് സിഗരറ്റിന്റെ മണം പെട്ടെന്ന് കിട്ടൂലേ പെണ്ണുങ്ങക്ക്. ഇന്നലെ ഞാൻ ചെന്ന് ആ വാതിൽ തുറന്ന് അകത്ത് കയറിയതുമില്ലേ, സിഗരറ്റിന്റെ മണം കുമാന്ന് മൂക്കിലോട്ട്. അത് തന്നെയല്ല, ആ നടുക്കത്തെ മുറിയിൽ ഒരു ബക്കറ്റില് നിറച്ച് ജീൻസ് കഴുകി വെച്ചേക്കുന്നു. അത് ഭർത്താവിന്റെ ജീൻസ് അല്ല, അതെനിക്ക് ഉറപ്പാ. അപ്പോഴേ അതാണ് ആമി കാര്യം. ഇവൻ അവിടെ ഏതോ മുറിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ഭർത്താവ് അപ്രതീക്ഷിതമായിട്ട് വന്ന് പൊക്കി പ്രശ്നമായി വിളിച്ചോണ്ടുപോയി. അത് തന്നെ കാര്യം. എന്നാൽ ഇത്ര അടുത്തുള്ളതല്ലേ ആമി, നമ്മളോടൊന്ന് പറയേണ്ടതല്ലേ? അതല്ലേ ഒരു മര്യാദ. അപ്പുറത്ത് വന്ന് വീടെടുത്തത് നമ്മളോട് പറഞ്ഞിട്ടാണോ? അപ്പൊ പോകുമ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. പറയേണ്ട കാര്യമില്ല. പക്ഷെ ആമി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു വശപ്പശക്ക് ആമി തോന്നുന്നുണ്ടോ? ബാലുവിന്റെ കൂട്ടുകാരന്റെ ഭാര്യയാന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. എന്തിനാണ് അവള് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വന്ന് വാടകയ്ക്ക് താമസിച്ചത്? മര്യാദക്കാരി ആയിരുന്നെങ്കിൽ അവൾ എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല. എന്റെ സംശയം വല്ലത് മോഷ്ടിച്ചോണ്ട് നാട് വിട്ടതായിരിക്കോ എന്ന് അന്വേഷിക്കുന്ന അല്ലായിരിക്കും. അപ്പു വന്നു. കൊച്ചേ, അറിഞ്ഞോ, കുറുപ്പ് സാറിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നില്ലേ റിയ? അവര് നാട് വിട്ട്. ഇപ്പോ ആമി അവിടെ അന്വേഷിച്ചപ്പോഴത്തേനും അവിടെയെങ്ങും ആരുമില്ല. അപ്പൊ അവിടെ നിന്ന് ചാളാ പറഞ്ഞത് അവര് പോയിന്ന്. ആമി, എല്ലാം വാരിക്കെട്ടിയാണോ പോയത്? എല്ലാ സാധനവും എടുത്ത് താക്കോല് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവള് ഒറ്റയ്ക്കാണോ പോയത്? ഭർത്താവെന്ന് പറഞ്ഞ ആള് വന്ന കൂട്ടിക്കൊണ്ടുപോയത്. ആമി വന്നേ. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, വാ. എന്തായാലും സാറിനെ ഇതിൽ ഉൾപ്പെടുത്തിയത് നന്നായി മോളെ. ആ കുട്ടി ബാലുവിന്റെ അല്ലാന്ന് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കാം, അല്ലേ മോളെ? അത് നമുക്ക് ഉറപ്പിക്കാൻ ഇപ്പോഴും പറ്റില്ലല്ലോ ആമി. കാരണം അവൾ അവസാനം വരെയും ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാ സംസാരിച്ചത്. ഇപ്പൊ അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ ഒരാള് വന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ റിയയുടെ ഭർത്താവ് അയാളായിരിക്കും. അയാളും കൂടി ചേർന്നായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലേ നടത്തുന്നത്, നമ്മുടെ സ്വത്തിന് വേണ്ടി. എന്ന് വെച്ചാ ഈ റിയ കൊണ്ടുവന്ന കുട്ടി ഒരു പക്ഷേ ബാലുവിന്റെ ആ ഡിസൈൻസിന്റെ റെഫറൻസ് മെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഓ എന്റെ പൊന്ന് സാറേ, ഞാനത് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. രാത്രി കൊണ്ട് ഞാനത് ഫിനിഷ് ചെയ്ത് തരാം.
ഓക്കെ. ആ പിന്നെ ഞാൻ അഡ്വക്കേറ്റിനെ ഈവനിങ് മീറ്റ് ചെയ്തിരുന്നു. നാളെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫെർദർ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാം. ഇനിയിപ്പോ ഒന്നും തീരുമാനിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ? അവളാ വീടൊഴിഞ്ഞു പോയി. പോയോ? എല്ലാ സാധനങ്ങളും എടുത്ത് ഉടമസ്ഥനെ കീയോ ഏൽപ്പിച്ച് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ അവള് പോയി. ആ ഇപ്പൊ മനസ്സിലായല്ലേ തട്ടിപ്പായിരുന്നെന്ന്? പക്ഷെ ഇപ്പൊ ഈ മുങ്ങിയവള് ഏത് രൂപത്തിൽ എവിടെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്കേ വക്കീലുമായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യാം. സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നല്ലേ നല്ലത്. ശരി, ഓക്കെ എന്നാ. സാർ ഞാനേ വേറൊരു കാര്യം കൂടി പറയാനാ ഇപ്പൊ വിളിച്ചത്. പറഞ്ഞു. എനിക്കേ നാളെ കഴിഞ്ഞ് 3-4 ദിവസം ലീവ് വേണമായിരുന്നു. ലീവോ? അതെന്തിനാ? അത് ആമിയും ശരത്തും എല്ലാരും കൂടി നാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവിടെ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട്. ഇപ്പൊ കൊറേ കാലമായിട്ട് അതെല്ലാം മുടങ്ങിക്കിടക്കുക. അതുകൊണ്ട് മാറ്റിവെക്കാൻ ആമി സമ്മതിക്കുന്നില്ല. നാളെ കഴിഞ്ഞ് 3 ദിവസം ലീവ് തരണം. അതിനു മുമ്പ് ഡിസൈൻസ് ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. എടോ, അതൊക്കെ വേറെ പ്രോബ്ലംസാ. നാളെ കഴിഞ്ഞോടെ ഒഡേസയുടെ ഒരു മേജർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, പ്രസന്റേഷനും ഉണ്ട്. സർ, അതിന് എന്റെ പ്രസൻസ് ആവശ്യമില്ലല്ലോ സർ. എന്താ താനീ പറയുന്നേ? താനില്ലാതെ എങ്ങനെ ഡിസൈൻസ് പ്രസന്റ് ചെയ്യുന്നേ? സർ, അങ്ങനെയാണെങ്കിൽ സർ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യോ, മീറ്റിംഗ് ഒരു 3 days പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റിയാ? എടോ, അത് പറ്റില്ല. എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇവിടെ ബ്രദറും കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഒരു ഫാമിലി മീറ്റാ. അതങ്ങനെ ഒഴിവാക്കാനും പറ്റത്തില്ല. പപ്പയോടാണെങ്കിൽ എക്സ്ക്യൂസ് പറയാനും പറ്റത്തില്ല. ഓ, അപ്പോ രണ്ടിടത്തും കല്യാണമാണ് പ്രശ്നം. സത്യം, അതാ പ്രശ്നം. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ആകെപ്പാടെ പ്രശ്നമായി. അപ്പോ സാറിനും ലീവ് വേണം, എനിക്കും ലീവ് വേണം. എന്ത് ചെയ്യും? എന്തായാലും താനൊരു കാര്യം ചെയ്യും, നമുക്കിതിനെപ്പറ്റി രാവിലെ സംസാരിക്കാം. എന്തായാലും ഇതിനൊരു പരിഹാരം വേണമല്ലോ. എനിക്ക് ആ പ്രതിഭയോടൊപ്പം കല്യാണം കഴിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. അതെന്തായാലും ഈ ജന്മത്ത് നടക്കത്തില്ല. ഈ പ്രപ്പോസല് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിവെക്കാന്ന് വിചാരിച്ചാ മമ്മിയാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. വണ്ടിയെടുത്തൊന്ന് മലകയറാൻ പോവാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. ഓഫീസിലെ കാര്യങ്ങൾ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? തനിക്കും അറിയാവുന്നല്ല കാര്യങ്ങള്. എത്ര എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് കല്യാണക്കാര്യം പറയാന്ന് വെച്ചാ പപ്പയാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ഏത് നേരത്താണോ ഇയാളെങ്ങണ്ട് എറണാകുളത്ത് മീറ്റിങ്ങിന് പോകാൻ തോന്നിയത്? ആ, അത് ശരി. ഇപ്പൊ സാറിന്റെ കൂടെ ഞാൻ എറണാകുളത്ത് മീറ്റിങ്ങിന് വന്നതാണ് പ്രശ്നമായതല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ പപ്പയുടെ മുമ്പിൽ ചെല്ലോ? എന്റെ സാറേ, അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായതല്ലേ? പിന്നെ ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? അവിടെ നല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഈ കല്യാണക്കുരുക്ക് പോലെ ഇങ്ങോട്ട് എത്തിയത്. എന്റെ പൊന്ന് സാറേ, ആ കുരുക്കൊന്ന് മുറുകിക്കോട്ടെ. ആ കല്യാണ ചരട് ആ പാവം പെൺകൊച്ചിന്റെ കഴുത്തില് മുറുകട്ടെ. എന്നിട്ട് പപ്പയും മമ്മിയും പിന്നെ അവളും പറയുന്ന കേട്ട് സാറിന് മനസമാധാനത്തോടെ സൊനാലിയിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാമല്ലോ. ഇയാൾക്ക് എന്തോ പറഞ്ഞാ മനസ്സിലാവാത്തെ? എനിക്ക് അവളുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അതിന് സാർ എന്നോട് എന്തിനാ ചൂടാവുന്നത്? ഞാനെന്ത് ചെയ്തു? താൻ ഭയങ്കര ബുദ്ധിമതിയല്ലേ? ഒരു ഐഡിയ പറ. ആണുങ്ങൾക്കില്ലാത്ത കൊനസ്റ്റ് ചിന്തകളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉള്ളതല്ലേ? എടോ, തനിക്ക് പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ കുരുക്കിന്ന് രക്ഷപ്പെടാനായിട്ടൊരു ഐഡിയ എനിക്കൂടി ഒന്ന് പറഞ്ഞു തരുമോ? സാറിന്റെ തലയിലും കൊനിഷ്ഠ ചിന്തകളൊക്കെ വരുമല്ലോ. പറഞ്ഞതാ സാറ്. കൊള്ളാം. മല ചെന്ന് മലയോട് പരാതി പറയുന്ന പോലെയുണ്ട്. അതല്ല സർ,
ഈ കര ചെന്ന് കടലിനോട് പരാതി പറഞ്ഞ കടലിന് കരയങ്ങ് വിഴുങ്ങാൻ പറ്റുമല്ലോ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ സാറേ? പ്ലീസ് പ്ലീസ് പ്ലീസ്. താൻ ശരത്തുമായിട്ട് കല്യാണം വേണ്ടെന്ന് സീരിയസ് ആയിട്ടാണോ പറയുന്നേ? ആണ് സാറേ, എനിക്ക് വയ്യ. സാറും സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ആടോ, എനിക്കും വയ്യ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ആ പറ, എന്താ? രണ്ട് വീട്ടുകാരുടെയും മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയാണെന്ന് തോന്നുന്നു. ആണാ? താൻ കാര്യം പറ, എന്താ സംഭവം? സാറിന്റെ മമ്മി ഒരിക്കൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ ആമിയോട് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ വല്ല ഇഷ്ടത്തിലും ആണോന്ന്. എന്റെ വീട്ടുകാരും ചെന്ന് സാറിന്റെ വീട്ടുകാരോട് ചോദിച്ചു. നമ്മള് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് രണ്ട് വീട്ടുകാരോടും നമുക്കങ്ങ് പറഞ്ഞാലോ? അതിന് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ലല്ലോ, പിന്നെങ്ങനെയാ പറയുന്നത്? നമ്മള് തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ല, ഈ ജന്മത്തിൽ ഇഷ്ടത്തിലാവാൻ പോകുന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ശരത്തിന്റെ കൂടെ അങ്ങ് ജീവിച്ചാ പോരെ? അതെ, നിന്റെ കൂടെ ജീവിച്ച് നരയിക്കുന്നതിനേക്കാളും ഭേദം ആ പ്രതിഭയോടൊപ്പം ജീവിക്കുന്ന. നമ്മൾ രണ്ടുപേരും കൂടി എന്തായാലും അമ്പിനും വില്ലിനും അടിക്കില്ല സാറേ. ലീവ് ലെറ്റർ ടേബിളിൽ വെച്ചിട്ട് ഞാൻ പോവാ. ടാറ്റാ. എന്താ മമ്മിയെ കൂടെ കൊണ്ടുവരാഞ്ഞേ? മമ്മി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇനിയിപ്പോ ഞാൻ വന്ന് പറയുന്നതല്ലേ ശരി? വരുന്നതിന്റെ അടുത്ത ഞായറാഴ്ച 27-ാം തീയതി നിശ്ചയം പറഞ്ഞിരുന്നു. എവിടെ വെച്ചാ? ഓഡിറ്റോറിയത്തിലാ? അത് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ വേണോ ഇവിടെ വേണോ എങ്ങനെ വേണോന്നുള്ള ആലോചിക്കുന്നേ ഉള്ളൂ. എല്ലാം പെട്ടെന്നായി പോയില്ലേ? ഇവിടെ അങ്ങനെ തന്നെയാ. എല്ലാ കാര്യങ്ങളും പെട്ടെന്നായോണ്ട് ഈ ഡേറ്റ് തന്നെ ഇന്ന് തീരുമാനിച്ചത്. സാറിന്റെ നിശ്ചയം കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാ അടുത്ത മാസം 3-ന് വ്യാഴാഴ്ചയാ. ഡേറ്റ് തീരുമാനിച്ചോ? ആ, ഇന്നാ തീരുമാനിച്ചത്. ഞങ്ങൾക്കൊരു സ്ഥിരം കണിയാനുണ്ടായിരുന്നു. അയാളെന്തോ യാത്രയിലായിരുന്നു. രാവിലെ വന്നത്. ഒരു ഡേറ്റ് അങ്ങ് കുറിച്ചു തന്നു. ചടങ്ങ് ഇത്തിരി നേരത്തെ വെച്ചിരിക്കുന്നെ, രാഹുകാലത്തിന് മുന്നേ. അവിടെ എപ്പോഴാ? അവിടെ ടൈമൊക്കെ മമ്മിക്ക് അറിയത്തുള്ളൂ. അതുമാത്രമല്ല, ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും എന്റെ തലയിലോട്ടൊട്ട് കേറിയിട്ടുമില്ല. ഒരുപാട് പ്രോജക്റ്റുകള് ഈ കമ്പനി എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടേ. അത് അപർണയ്ക്കും അറിയാം. എന്റെ അതേ അവസ്ഥ തന്നെയാ അപർണയ്ക്കും. അത്രയ്ക്ക് ഞാൻ ജോലി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പുമോക്ക് ലീവ് കൊടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയാനല്ലേ സാറ് വന്നത്, അല്ലേ? എന്തിനാ മോളെ സാറിനെ ബുദ്ധിമുട്ടിച്ചേ? ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടാണേ കല്യാണത്തിന് മുമ്പ് പോയി തൊഴുതാ മതിന്ന്. ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ ചില പൂജയും വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നേ. ശരത്തും ഉണ്ടല്ലോ കൂടെ. അല്ല, കുഴപ്പമില്ല, കല്യാണത്തിന് മുമ്പ് ഇവര് പോയി ചെയ്തോളൂ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരോടും രണ്ട് വീട്ടുകാരും പലതവണ ആവർത്തിച്ച് ചോദിച്ചല്ലേ ഇഷ്ടമുണ്ടോന്ന്. ഒരു സമയത്ത് ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാർക്കും അങ്ങനെ തന്നെ തോന്നിയത്. അത് സാറിന്റെ മമ്മി വന്ന് എന്നോടും ചോദിച്ചു, സാറിന്റെ മമ്മിയോട് ഞാൻ അങ്ങോട്ടും ചോദിച്ചു. അപ്പൊ എന്തുവാ പറഞ്ഞേ? നിങ്ങൾ ബോസും സ്റ്റാഫും മാത്രമാണെന്ന്. ഇത് നിങ്ങൾ അന്നേ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ? ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ?
നിശ്ചയത്തിന്റെ തീയതി വരെ കുറിപ്പിച്ചിട്ടാ. മമ്മി ദാ ദാ, താങ്ക് യു. ഉം. നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം ഉറച്ചതാണോ? ആണോന്ന് ഇങ്ങനെ തലയാട്ടാതെ വാ തുറന്ന് പറ. ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം ഉറച്ചതാ. ഉറക്കെ പറ. ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം ഉറച്ചതാ. പക്ഷേ ഒരു ഉറപ്പ് തരണം. വിവാഹം ഉടനെ വേണ്ട. നിശ്ചയവും റിംഗ് എക്സ്ചേഞ്ചും ഉടനെ വേണ്ട. അതിന് സമയമാകുമ്പോ ഞങ്ങൾ പറയാം. പറഞ്ഞോളാം. ഓ, എനിക്കൊന്നും അറിയില്ല. എല്ലാരും കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. അനുഗ്രഹിക്കണം. അങ്ങനെ പോയിട്ട് വരാന്ന് പറഞ്ഞ പോരാ. പപ്പയുടെ മമ്മിയുടെ അനുവാദം വാങ്ങിച്ച് അവരെ കൊണ്ട് വിളിപ്പിക്കണം. എന്നാലേ ഞങ്ങള് വിശ്വസിക്കൂ. വിളിപ്പിച്ചോളാം. ഇതൊരു ധാരണ മാത്രമാണ്, അത് മറക്കാൻ നിക്കണ്ട. അത് സാറും മറക്കരുത്. ഇതൊരു ധാരണ മാത്രം. അതിലപ്പുറം ഒന്നും മനസ്സിൽ സ്വപ്നം കണ്ടേക്കരുത്. ചപ്പനം കാണാൻ പറ്റിയ മുതല്. അതെ, ഇന്ന് രാത്രി കൊണ്ട് ആ ഡിസൈൻസ് ഒക്കെ ഫിനിഷ് ചെയ്യണം. നാളെ പ്രസന്റ് ചെയ്യാനുള്ള. ഓ, ഉത്തരവ്. സാറ് പോയാട്ടെ. ഗോ ഗെറ്റ് ബാക്ക് ടു ഹോം. ഗോ ഗോ. ആ ഡോറടിച്ചോ. എന്താ സിദ്ധു ഇത്? സ്ത്രീധനത്തിന്റെ കാര്യമാണോ കല്യാണത്തിന് മുമ്പ് സംസാരിക്കുന്നത്? ഇന്നലെ ഇവിടെ നടന്ന ചർച്ച അത് തന്നെയാണല്ലോ, അതും പപ്പയുടെ മുമ്പിൽ. അതുകൊണ്ട് ക്ലാരിഫൈ എല്ലാരും കൂടെ. മുന്നുന്റെ ഉമ്മയ്ക്കും ചേച്ചിക്കും ഒരു മനസമാധാനം. സിദ്ധു, നീ ഒന്ന് മിണ്ടാതിരിക്കേ. എന്ത് കിട്ടുമെന്ന് പറഞ്ഞൊരു സുഖം ഉണ്ടാവുമല്ലോ. വാമി. ആ പിന്നെ നിങ്ങളുടെ ചർച്ച നടക്കട്ടെ കേട്ടോ. വാമി. അവൻ പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാ. എനിക്ക് ചില വ്യക്തമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പൊ കുറച്ച് കൺഫ്യൂസ്ഡാ. എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ വീടുകളിലും കല്യാണത്തിന്റെ കാര്യങ്ങൾ വരുമ്പോ ഇതൊക്കെ ഉള്ളതാ. അല്ലാതെ പുതിയതായിട്ട് എന്തുവാ? കഷ്ടം തന്നെ.
അവിടെ ഇനി എനിക്കെന്താ വിധിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇതൊന്നും വേണ്ടായിരുന്നു. ഛേ, അന്ന് തന്നെ പപ്പയോടും മമ്മിയോടും ഉള്ളതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഉള്ളതെന്ന് പറഞ്ഞ മോൻ എന്താ പറയുന്നേ? എന്റെ ഒരു കുഴപ്പം അമ്മ, ഇത് ഒരുതരം കോംപ്ലക്സാ. മമ്മിയും പപ്പയൊക്കെ എത്ര പ്രാവശ്യം ചോദിച്ചാ, മമ്മിയാണെങ്കിൽ എന്നോട് ഒരു 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോന്ന്. അപ്പൊ ഞാനെന്താ പറഞ്ഞേ? ഇല്ലാന്ന്. അതെന്റെ ഒരു കോംപ്ലക്സാ മമ്മി. അല്ലെങ്കിൽ എനിക്കങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞാ പോരായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടെന്ന്. നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടെന്നോ? അതാരാ? അത് പറ, മോന്റെ മനസ്സിലുള്ളത് ആരാ? അപർണയ്ക്ക് എന്തായാലും വേറെ കല്യാണമായി. പിന്നെ അതല്ലാതെ വേറെ ഒരാള് സോണിയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? അത് അപർണ തന്നെയാ. അപർണയോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നാണോ ഈ പറയുന്നത്? അത് എന്നാ ഇഷ്ടമെന്നവള് തുറന്ന് പറയണ്ടേ? എന്നെ ഭയങ്കര ബഹുമാനമാ, പേടിയാ. കാരണം ഞാൻ ബോസാണല്ലോ. എനിക്കുണ്ട് ആ കുഴപ്പം, കോംപ്ലക്സ്. അവൾ വെറും ഒരു സ്റ്റാഫ് അല്ലേ? എന്റെ വൃത്തിയായിട്ടൊരു കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് വെച്ചോണ്ട് നടന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? രണ്ടുപേർക്കും തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എന്തായാലും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതിന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് ഉറപ്പിച്ചല്ലോ. ഇനി അതിന്റെ കാര്യം വന്ന് എന്നോട് പറഞ്ഞിട്ട് എന്താ? ആമീനോടാ ഞാൻ ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്. കല്യാണത്തലേന്ന് വന്നിട്ട് ചെറുക്കം വേറെയാന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ മര്യാദ ആണ് മധുവേട്ടാ? അതന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പുന്റെ മനസ്സിലെ അവളുടെ ബോസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ അങ്ങ് പറയണമായിരുന്നു. എന്റെ മനസ്സിലൊന്നുമില്ലായിരുന്നു. ഇതുങ്ങൾ രണ്ടും ഇങ്ങനെ വന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചോ? ഓ, അതുങ്ങൾ രണ്ടും കൂടി വന്ന് പറഞ്ഞപ്പോഴത്തേനും നിങ്ങൾ അങ്ങ് വീണുപോയോ? പറ്റിക്കല്ലേ ആമി? അവന്റെ സ്വത്ത് കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി, അതാ സത്യം. എന്റെ ശരത്ത് മോൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അവനങ്ങ് അമേരിക്കയിൽ സ്വന്തമായിട്ട് കാറും വീടും ഇട്ട് മൂടാനുള്ള പണമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മധുവേട്ടാ. അവൻ അവിടെ കൂട്ടുകാരെല്ലാരെയും വിളിച്ച് അവർക്ക് വരാനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കൃഷ്ണനാണെങ്കിൽ അവിടുന്ന് നാട്ടുകാരെ വീട്ടുകാരെ എല്ലാവരെയും വിളിക്കുന്നു. ഇവക്കും അവന് അങ്ങനെ ഒരു പൂതി ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ഈ മധുവേട്ടൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ ആ വീട്ടിലും ഓഫീസിലും കയറി ഇറങ്ങുന്നത് അവനെ വളയ്ക്കാനാണെന്ന്. നല്ലവളായി ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ വളച്ചോണ്ട് വരികയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സൊനാലിയിലെ മുതലാളിയെ കൽത്തോട്ടത്തിലെ മരുമകനാക്കാമെന്ന് ഞാൻ ഒരു തവണ വിചാരിച്ചിരുന്നതാ. എന്റെ പൊന്നു മധു, ഞങ്ങൾ അവരുടെ രണ്ടുപേരുടെ അടുത്ത് 100 തവണ ചോദിച്ചതാ. 100 പ്രാവശ്യം ചോദിച്ച സത്യം പറയണ ഒരു മോള്. അവള് വായെടുത്ത നുണയെ പറയുള്ളൂ നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാളും ബോസും സ്റ്റാഫും ആയിട്ട് നടന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം പ്രേമം അങ്ങ് വന്നേക്കുന്നു. ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാ മതി, പ്രഭേനെ വിശ്വസിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഞാനും മധുവേട്ടനും കൂടി അവിടെ സൊനാലി ചെന്ന് ആമി ഇപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ അവന്റെ തന്തനോടും തള്ളനോടും ആവുന്നോ ചോദിച്ച്. നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ അവളെ പറ്റി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോന്ന് അപ്പൊ പറയാൻ പറഞ്ഞു. അവര് പറഞ്ഞെന്താന്നറിയോ? അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തെങ്ങനെ? ഈ ശരത്തും സിദ്ധുവും കൂട്ടുകാരാ. അവനോടുകൂടി ചോദിച്ചിട്ടാ ഈ അപ്പും ശരത്തുമായുള്ള കല്യാണം നമ്മൾ തീരുമാനിച്ചത് തന്നെ. അതുകൊണ്ട് പൊന്നാമി, അവനല്ല അവന്റെ അപ്പൂപ്പൻ വന്നാലും അവളെ ഈ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് പോവാന്ന് ആരും വിചാരിക്കണ്ട. അവനിങ്ങ് വരട്ടെ, ഈ വീടവൻ കത്തിക്കും. അത്ര